നമ്മൾ കിച്ചണിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ക്രബ്ബറിൻ്റെ സ്മെല്ല്. അതിങ്ങനെ എപ്പോഴും നനഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കൊരു വല്ലാത്ത സ്മെല്ലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്മെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ അത് തടയാനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഈ ഭക്ഷണമൊക്കെ പാഴ്സൽ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന അല്ല ഐസ്ക്രീമിൻ്റെയോ ഒക്കെ പാട്ട പോലത്തെ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ഇതുപോലത്തെ 2 എണ്ണം എടുക്കുക. അതിൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഹോൾസ് ഇടുക. അത് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പപ്പട കമ്പി ഉണ്ടല്ലോ, പപ്പടം കുത്തുന്ന ഈ കമ്പി ഒന്ന് തീയത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി. കുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിലോട്ട് ആ ചൂടോടുകൂടി തന്നെ പ്ലാസ്റ്റിക്കിലോട്ട് കുത്തുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഹോൾസ് വരും. ഹോൾസ് വന്ന് ഇങ്ങനെ കുറേ ഹോൾസ് അങ്ങ് ഇടുക. എന്നിട്ട് ഈ മറ്റേ കണ്ടെയ്നറിനകത്ത് ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഹോൾസ് ഉള്ള കണ്ടെയ്നർ ഹോൾസ് ഇല്ലാത്ത കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്കോട്ടങ്ങ് വെക്കണം. എന്നിട്ട് സ്ക്രബ്ബർ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിനകത്തോട്ടൊക്കെ അങ്ങ് ഇട്ടേച്ചാൽ മതി. അപ്പോൾ അത് കാരണം എപ്പോഴും ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇതിലെ വെള്ളം ഊർന്ന് ഈ അടിയിലത്തെ കണ്ടെയ്നറിൽ വന്ന് കിടക്കും. എന്നിട്ട് ഇടയ്ക്ക് എല്ലാ ദിവസവും രാത്രി ലാസ്റ്റ് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കളഞ്ഞ് നല്ല വൃത്തിക്കൊന്ന് കഴുകി വെച്ചാൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കും, സ്മെല്ലും ഉണ്ടാവില്ല. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വലിയ പൈസ ഒന്നും ചിലവില്ല. നല്ല വൃത്തിയായിട്ട് നമ്മുടെ കിച്ചൺ കിടക്കുകയും ചെയ്യും കേട്ടോ.